ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വെനസ്ഡേയുടെ ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കാണുന്നത്. പിന്നെ ഒരു കാര്യം പറയണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നേ. ഈ കുട്ടികൾക്ക് സ്കൂളിലേക്ക് വിടുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് വെറൈറ്റി ഫുഡ്സൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതോട് നിങ്ങളുടെ താല്പര്യം എന്താ? എനിക്കതിലൊട്ടും താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ വയറ് നിറയണം, അതോടൊപ്പം ആരോഗ്യമുള്ള ഫുഡായിരിക്കണം എന്ന് മാത്രമേ ഞാൻ വിചാരിക്കാറുള്ളൂ. പിന്നെ അത് നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ നമുക്ക് മക്കൾക്ക് വെറൈറ്റി ആയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ അല്ലേ. അത് സ്കൂളിലേക്ക് തന്നെ കൊടുത്തയക്കണം എന്നില്ല. കാരണം അവിടെ ഒത്തിരി മക്കൾ പഠിക്കാൻ വരുമായിരിക്കും. എല്ലാവർക്കും അങ്ങനെ പറ്റണം എന്നില്ല. നമ്മൾ കൊടുത്തു വിടുന്നത് നമ്മുടെ കുട്ടിക്കാണെങ്കിലും അത് മറ്റുള്ള കുട്ടികളെ കാണുമ്പോൾ അത് നമ്മുടെ കുട്ടിക്കല്ലേ ഒരു ഇതായിട്ട് വരിക. അവർക്കത് കഴിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു ചെറിയതൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ എൻ്റെ കുട്ടിക്ക് കൊടുക്കണത് അതായത് നമ്മൾ നോർമലി വീട്ടിൽ കഴിക്കുന്നത് പോലെ ചോറ്, ഒരു കറി, ഒരു കൂട്ട്, ഇത് മാത്രമേ ഞാൻ പ്രതീക്ഷിക്കാറുള്ളൂ. സാറ്റർഡേ സൺഡേസ് ലീവ് ഉണ്ടാകുമ്പോൾ അവൻ എന്താണോ ഇഷ്ടം അത് അങ്ങനെ കൊടുക്കാറുണ്ട്. അല്ലാതെ സ്കൂളിലേക്ക് അങ്ങനെ നമ്മൾ ഹോട്ടലിൽ കിട്ടണ പോലെ പ്ലേറ്റർ അനുസരിച്ച് കൊടുക്കാനൊന്നും എനിക്ക് ഒട്ടും താല്പര്യമില്ല. അവൻ ആരോഗ്യത്തോടെ വയറ് നിറച്ച് എന്തെങ്കിലും കഴിച്ചാൽ മതി. ഒരു നേരത്തെ ഫുഡ് മാത്രമാണല്ലോ അവർ സ്കൂളിൽ വെച്ച് കഴിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ലെവൽ കുറഞ്ഞാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സിൽ നമ്മുടെ കുട്ടിക്ക് നമ്മൾ ചോറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ചെറുപയർ കറിയാണ് ഇന്ന്. ചെറുപയർ കറിയും കൂടി ആക്കി കൊടുത്തിട്ടുണ്ട്. ചെറുപയർ ഇട്ട് കൊടുക്കും ഞാൻ, അവനത് കഴിക്കും. ഞാൻ എന്ത് കൊടുത്താലും അവനത് ഞാൻ കഴിപ്പിച്ചെടുക്കും. പിന്നെ നമ്മൾ ഇന്ന് കൂട്ടായിട്ട് ബീൻസ്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റും കൂടി ഇട്ട തോരനാണ് വെച്ചിരിക്കണേ. എന്താണെങ്കിലും കുറച്ച് കൊടുത്താൽ അവനത് കഴിച്ചു വന്നിരിക്കും. ഞാൻ അങ്ങനെ ചെറുപ്പം തൊട്ട് പഴക്കിയിട്ടുണ്ട്. ഒന്നും വേണ്ടാന്ന് പറയാൻ ഞാൻ അങ്ങനെ പഴക്കിയിട്ടില്ല അവനെ. എന്ത് കൊടുത്താലും നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ അത് കഴിച്ചു പഴകണം എന്നാണ് ഞാൻ കൊടുക്കാറ്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സൊക്കെ നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ബാഗും ലഞ്ച് ബോക്സൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതാ ആളെല്ലാം റെഡിയായി ബസ് വരാൻ വെയിറ്റിംഗ് ആയിരുന്നു. ആളിപ്പോൾ കുറച്ച് നേരം അവൻ്റെ ടോയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം കളിക്കുമ്പോഴേക്കും അവൻ്റെ ബസ് വരും. ഇതാ ആൾ റോഡിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. എന്നോട് ലഞ്ച് ബോക്സൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ എനിക്ക് ടാറ്റയൊക്കെ പറയണേ. വീഡിയോ എടുക്കണമെന്ന് കണ്ടപ്പോൾ ഒരു ചെറിയ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ആൾ സ്കൂളിലേക്ക് പോവാണ്. താങ്ക് യു.